ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയും കാഞ്ചനയും കൂടെ രാജേന്ദ്രൻ വീട്ടിൽ വന്നത് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ. നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരേ തരത്തിൽ ആ നാണം കെടുത്തുകയാണ്. അപ്പോൾ ഇവർക്കും കാര്യം മനസ്സിലാവുന്നില്ലല്ലോ എന്താണെന്ന്. നീ കാര്യം പറ എന്നിങ്ങനെ രാജേന്ദ്രൻ്റെ അമ്മയും ചോദിക്കുന്നു. നീ എന്തിനെങ്ങനെ ഞങ്ങൾ നാണം കെടുത്തുന്നത്? നാണം കെടുത്തുക മാത്രമല്ല, മാന്യനായിട്ട് അങ്ങ് നടക്കും. എന്തൊക്കെ പരിപാടിയാണ് നിങ്ങളുടെ മോൻ കാണിച്ച് വെച്ചേക്കുന്നതെന്ന് അറിയോ? ഇപ്പോൾ രാജേന്ദ്രൻ ആൾക്കാരൊക്കെ നോക്കുന്നു. നീ എന്താ അപ്പോൾ അവരെല്ലാവരും കേട്ട് നിൽക്കില്ലേ? കാര്യം പറ, എന്താ ഞങ്ങളെങ്ങനെ നാണം കെടുത്തല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ തന്നെ പറയാണ്, ഇയാൾ ഈ നാറിയ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ മക്കൾ രണ്ടെണ്ണം എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയെന്ന് അറിയോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ കാഞ്ചന പറയാനാണ്, ഗൗതം എങ്ങനെയാ ഇവിടെ ഒരു കല്യാണം നടന്നത് ഗൗതമിൻ്റെ നിങ്ങൾക്കൊക്കെ അറിയോ? അവൻ ഇവിടെ ഒരു കല്യാണം കൂടാൻ വന്നതാ. എന്നിട്ട് അവൻ്റെ തലയിൽ ഒരു പെണ്ണിനെ പിടിച്ച് കെട്ടി വെച്ചു കൊടുത്തു. അപ്പോൾ പ്രഭ പറയാൻ കേട്ടോ, അർജുൻ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? അവൻ്റെ കാര്യം ഇത് തന്നെയല്ലേ? അവൻ്റെ തലയിൽ നിർബന്ധിച്ചല്ലേ അവളെ പിടിച്ച് കെട്ടിച്ച് വെച്ചു കൊടുത്തത്? എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞ് എന്തൊക്കെയാണ് ഇയാൾ അഭിനയിച്ചത്? എന്നിട്ട് 2 പെൺമക്കളെ അങ്ങ് കെട്ടിച്ച് വിട്ടു. എന്താ ലാഭം? സ്ത്രീധനവും കൊടുക്കണ്ട, സ്വത്തും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട എന്ന് വളരെ സൂത്രത്തിൽ അയാളുടെ കാര്യങ്ങളെല്ലാം അയാൾ നേടിയെടുത്തു. ഒരു മണ്ണാങ്കട്ടയും കൊടുത്തിട്ടില്ല എന്നിങ്ങനെ പ്രഭ പറയാണ്. എന്നിട്ടും പറയുന്നുണ്ട്, ആകെ കൊടുത്തത് മക്കളുടെ കയ്യിലും കാലിലും കിടക്കുന്ന കുറച്ച് സ്വർണം മാത്രം. അതും ഇപ്പോൾ എന്തായി? ആരും അറിയാതെ അതങ്ങ് വാങ്ങിച്ച് അതിനെയും പുട്ടടിച്ചു. നാണമുണ്ടോ ഇയാൾക്ക്? അത് മാത്രമല്ല, എൻ്റെ കെട്ടിയവൻ്റെ കയ്യിൽ നിന്നിരുന്ന പൈസയും കൂടെ പിടിച്ച് വാങ്ങിച്ചിരിക്കുന്നു. അതും മൊത്തം പോയി. അതെത്രയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? 50 ലക്ഷം. ഇത്രയും രൂപയാണ് അയാൾ ഞങ്ങളുടെ നിന്ന് മേടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ എല്ലാം കൈക്കലാക്കി. അപ്പോൾ കാഞ്ചന പറയട്ടോ ഉടനെ, എൻ്റെ അച്ഛനെ പോയി സോപ്പിട്ടാണ് വാങ്ങിച്ചത്, ആരോടും പറയാതെ രഹസ്യമായിട്ട്. എന്നിട്ട് നാണമുണ്ടോ ഇയാൾക്ക് ഇങ്ങനെ ഇതൊക്കെ മക്കൾക്ക് കൊടുത്ത സാധനങ്ങൾ തിരിച്ച് വാങ്ങാനായിട്ട്? എന്നിട്ട് നിന്ന് നോക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പ്രഭാവതി ദേഷ്യം കൊണ്ട് ഉറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഗൗതം ഇങ്ങനെ അവിടെ പറയുന്നത് കേട്ടായിരുന്നു അവൻ്റെ ഭാര്യയോട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അത് ഞാൻ കേട്ടു. അതുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ സത്യം അറിഞ്ഞു. ഇല്ലെങ്കിൽ എന്താവും? അപ്പം തന്നെ നാട്ടുകാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ആണോ രാജേന്ദ്ര, നീ 50 ലക്ഷം രൂപ കടം മേടിച്ചിരുന്നോ? എന്തിനാ അങ്ങനെ വാങ്ങിച്ചത്? നിനക്ക് കടം വല്ലതും ഉണ്ടോ? എന്താ ഈ കേൾക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൂട്ടത്തോടു കൂടി. അപ്പം ഉടനെ തന്നെ രാജേന്ദ്രൻ പറയാനുണ്ട് കേട്ടോ, അതെ, പാട്ടക്കാശ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു തോട്ടം വിൽക്കാമെന്ന്. തോട്ടം വിൽക്കുമ്പോൾ മഹേന്ദ്രനോട് ചോദിക്കാം, അവർ വാങ്ങുന്നെങ്കിൽ വാങ്ങട്ടെ എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷേ അവരത് വിൽക്കാൻ സമ്മതിച്ചില്ല. എന്തായാലും തൽക്കാലം വിൽക്കണ്ട, ഞാൻ കുറച്ച് കാശ് തരാമെന്നൊക്കെ പറഞ്ഞ് അവർ മക്കളുടെ ആഭരണങ്ങളും എടുത്തിട്ട് വന്ന് എന്നെ അടിച്ചേൽപ്പിക്കും പോലെ തന്നതാണ്. ഞാൻ ഒത്തിരി സമയം പറഞ്ഞു, വേണ്ട, എനിക്ക് അങ്ങനെ ഞാൻ കടമായിട്ട് വാങ്ങിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അത് ഞാൻ തിരികെ കൊടുക്കും, ഉറപ്പാണ് എന്നിങ്ങനെ രാജേന്ദ്രൻ പറയണം. അപ്പോൾ പ്രഭ പറയേണ്ടത്, കള്ളം, പച്ചക്കള്ളമാണ്. അവിടെ വന്ന് ഇയാൾ ഇരന്ന് വാങ്ങിച്ചതാണ്. മക്കൾക്കിടെയൊക്കെ കൊടുത്ത സ്വർണം വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടിലാണത് സൂക്ഷിക്കേണ്ടത്, അല്ലാതെ ഇയാളല്ല. ഇയാളുടെ മാനം, നാണവും മാനവും ഇല്ലാതെ എല്ലാം വന്ന് വിറ്റ് വിഴുങ്ങി അയാൾ എന്നൊക്കെ പറഞ്ഞ് പാവം രാജേന്ദ്രനെ ശരിക്കും ആക്ഷേപിക്കുക കേട്ടോ. അങ്ങനെ മക്കളെയും മരുമക്കളെയും എല്ലാം പറ്റിച്ച കാശ് കൊണ്ട് ഇയാൾ നന്നാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയണ്ട. അപ്പോൾ കാഞ്ചനയും പറയണ്ട, എൻ്റെ അച്ഛനെ പറ്റിച്ചാണ് ഇയാൾ കാശ് ഉണ്ടാക്കിയത് എന്നുടനെ കാഞ്ചനയും. അവസാനം സഖിയെ കേട്ട് രാഖി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓടിപ്പോയി അവിടെ നിന്ന്. ഈ സമയം അവിടെ അഖില മീനുവിനോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ എന്തായാലും വരുന്നില്ല ടൂറിന്, അത് പറ്റില്ല, ഡ്രസ്സ് എടുക്കാൻ നിൻ്റെ കാശില്ലാത്തതുകൊണ്ടാണ് നീ വരാത്തതെന്ന് എനിക്കറിയാം, നിനക്കൊരു ഡ്രസ്സ് എടുത്ത് തരാനുള്ള കാശൊക്കെ ചേച്ചിയുടെ കയ്യിലുണ്ട്, നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഇറങ്ങുമ്പോഴാണ് രാഖി പെട്ടെന്ന് തന്നെ ചേച്ചിമാരെ വിളിക്കണം. മീനു ഫോൺ എടുത്തിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ പറയുന്നത്, ചേച്ചി ഇവിടെ ആകെ പ്രശ്നമാണ്, അർജുനേട്ടൻ്റെ അമ്മയും പെങ്ങളും കൂടെ ഇവിടെ വന്ന് ആകെപ്പാടെ അലിമ്പുണ്ടാക്കിയിട്ടുണ്ട്, അച്ഛനെ നാണം കെടുത്തിട്ടുണ്ട്, എത്രയും വേഗം ഒന്ന് വന്നേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അഖിലയും കൂട്ടിയിട്ട് നേരെ മീനു വീട്ടിലേക്ക് ഓടി വരുവാണ്. ഇവിടെ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുമ്പോൾ പ്രഭാവതിയും ആഞ്ജനയും നാട്ടുകാരൊക്കെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നിൽക്കുക കേട്ടോ. മുറ്റത്തിട്ട് അപമാനിക്കുകയാണ്. എന്തൊക്കെ വായി തോന്നണ എല്ലാം അവർ വിളിച്ച് പറഞ്ഞു. അവസാനം അമ്മ പറയുന്നുണ്ട്, വയസ്സായ അമ്മ, ആപത്ത് കാലത്ത് അവന് പൈസയ്ക്കൊരു കടം വന്നു, അത് കടമായിട്ടല്ലേ വാങ്ങിച്ചത്, അവൻ തിരിച്ചു കൊടുക്കും പ്രഭാവതി, നീ ഒന്ന് അടങ്ങ് എന്ന് പറയുമ്പോൾ, ഇത് കടമല്ലല്ലോ, മക്കൾക്ക് കൊടുത്ത സ്വർണ്ണമല്ലേ, പിന്നെ എൻ്റെ കെട്ടിയ അധ്വാനിച്ചുണ്ടാക്കിയ കാശുമാണ്, എല്ലാം ഇയാളെ പിടിച്ചു വാങ്ങി വിഴുങ്ങിയത്. എന്നിട്ടോ എല്ലാം രഹസ്യം. ഇത്ര രഹസ്യത്തോടെ ഞാനോ എൻ്റെ മോളോ പോലെ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല.
എന്തായാലും ഗൗതം അവളോട് പറഞ്ഞത് നന്നായി, ഞാനത് കേട്ടത് കൊണ്ടല്ലേ ഇതിപ്പോൾ അറിയാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ അഖില ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം അഖിലയോട് രാവിലെ ഗൗതം പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇവരിത് കേട്ടു. ഇതാണ് പ്രശ്നം. എനിക്കിപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. 50 ലക്ഷം രൂപ എനിക്കിപ്പോൾ കിട്ടണം, ഈ നിമിഷം കിട്ടണം. അപ്പോൾ എല്ലാവരും അന്തം വിടുവാണ്. ഇത്ര പെട്ടെന്ന് 50 ലക്ഷം എങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റും? മീനുവും അതുപോലെ തന്നെ അഖിലയും ഭയങ്കര സങ്കടത്തിൽ, ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് പറയാനാ, അച്ഛൻ്റെ സങ്കടം കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ വയ്യ. ഇവർ ഉറപ്പായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു നിവർത്തിയില്ല. രാജേന്ദ്രൻ പറയാനട്ടോ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അവരത് നിർബന്ധിച്ചാണ് എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ദയവ് ചെയ്ത് ഞാനത് തിരിച്ച് തരും, പെട്ടെന്ന് തന്നെ തിരിച്ച് തന്നോളാം, ഇന്നത് ഇല്ലാന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ, ശരി, ഒരു വഴിയും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 പെൺമക്കൾ ഇവിടെ നിൽക്കട്ടെ, ഇത് തന്നതിന് ശേഷം മാത്രം അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. അല്ലാതെ അവർ അതിനകത്ത് കാലെടുത്ത് വെച്ചാൽ പിന്നെ കാണുന്നത് ഇതല്ല, ഈ പ്രഭാവതിയല്ല, കളി മാറും എന്നിങ്ങനെ പറഞ്ഞ് നല്ലൊരു വെല്ലുവിളിയും കൊടുത്തിട്ടാണ് പ്രഭാവതിയും കാഞ്ചനയും അവിടുന്ന് പോകുന്നത് കേട്ടോ. അവസാനം രാജേന്ദ്രൻ തളർന്ന് അകത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഭാര്യയും അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, എടാ എന്തിനായിരുന്നു നീ അവരുടെ പോയി ചോദിച്ചതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ തന്നെ രാജേന്ദ്രൻ പറയാണ്, എന്തൊക്കെ ആയാലും നീ ആരും അറിയണ്ട, മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ആരും അറിയണ്ടെന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലായില്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ അവരൊന്നും ഇതൊന്നും അറിഞ്ഞു കാണില്ല, നീ ഒന്ന് ഫോണിൽ വിളിച്ച് അവരൊന്ന് അറിയിക്കുന്ന. അങ്ങനെ രാജേന്ദ്രൻ മഹേന്ദ്രനെ വിളിക്കാൻ കേട്ടോ. എടാ, നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ എനിക്കിത് അന്ന് ആ കാശ് തന്നത്, ഞാൻ നിന്നോട് ചോദിച്ചോ? ഇല്ലല്ലോ, ഞാൻ വസ്തു വിൽക്കാനുള്ള കാര്യത്തിനല്ലേ അവിടെ വന്നത്, ഞാൻ അന്നേ പറഞ്ഞില്ലേ പ്രഭാവതി അറിഞ്ഞാൽ പ്രശ്നമാവും, ഇപ്പം എന്താടാ സംഭവിച്ചത്, കാര്യം പറ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശനും ഗൗതമും അർജുനും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ പ്രശ്നമെന്ന് വെച്ചിട്ട്. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വളരെ സങ്കടത്തോടു കൂടി നമ്മുടെ രാജേന്ദ്രൻ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. പോരാഞ്ഞിട്ട് എൻ്റെ 2 മക്കളും ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടടാ, ഇനി പൈസ കൊടുക്കാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശരി, നീ സമാധാനപ്പെടും, നീ ഫോൺ വയ്ക്കുക, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവരവിടെ നിൽക്കുകയുമില്ല, അവരിവിടെ തന്നെ താമസിക്കും, നീ ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ രാജേന്ദ്രനോട് മഹേന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛാ എന്താ സംഭവിച്ചത്? അതിന് മുമ്പ് തന്നെ പ്രഭാവതി ഇവിടെ വാ എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ്, നീ അവിടെ പോയിരുന്നോ രാജേന്ദ്രൻ്റെ വീട്ടിൽ? ഓ, അവിടുത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കൂട്ടുകാരെ വിളിച്ചങ്ങ് അറിയിച്ചു അല്ലേ? നിന്നോട് പോയിരുന്നോ എന്നാണ് ചോദിച്ചത്. എനിക്ക് എൻ്റെ 50 ലക്ഷം രൂപ എനിക്ക് കിട്ടണം. നിങ്ങളെല്ലാവരും കൂടെ രഹസ്യമായിട്ട് ഉരുപ്പടിയെല്ലാം അയാൾക്ക് കൊടുത്തുമല്ലേ, ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? രാവിലെ ഗൗതം ഇവിടെ അഖിലയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് രക്ഷപ്പെട്ടു, അതുകൊണ്ടാണ് കാര്യങ്ങൾ അറിയുന്നത്. കാഞ്ചന പറയുമ്പോൾ ഗൗതവും അന്തം വിട്ട് പോവാണ് കേട്ടോ. രാവിലെ ഈ കാര്യം സംസാരിച്ചല്ലോ. അപ്പോൾ അത് ശരി, അപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ടാണ് അവിടെ പോയി ചാടിയതല്ലേ? നിനക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നോടി? നീയൊക്കെ മനുഷ്യത്തെയാണോടി? നീയൊക്കെ എന്ത് മനസാക്ഷി ഇല്ലാത്തവളാടി എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ നല്ല കൊടുക്കുന്നുണ്ട്. ഓ, കൂട്ടുകാരന് വേണ്ടി ഭാര്യ തള്ളി പറയുന്നു അല്ലേ? കൂട്ടുകാരനും മക്കൾക്കും വേണ്ടിയിട്ട്. ഇനി ആ പൈസ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതിന് നിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോടി? നിൻ്റെ കാശാണോടി? ഞാൻ അധ്വാനിച്ച കാശല്ലടി അമ്മയെ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, ആഹാ, ഈ താലിയുണ്ടല്ലോ, ഇത് കഴുത്തി കിടക്കുന്ന കാലം വരെ നിങ്ങൾക്കുള്ളതിലെല്ലാം എനിക്കും അവകാശമുണ്ട്, അതുകൊണ്ട് ആ പൈസ ഇവിടെ കൊണ്ട് തന്നിട്ട് മതി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. പ്രഭാവതി കട്ടയ്ക്ക് നിൽക്കട്ടോ. അവസാനം ഗൗതം ചോദിക്കട്ടെ, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ? അയാളെ സഹായിച്ച് തെറ്റായി പോയോ? അത് അവളുടെ അച്ഛനല്ലേ, അതിൽ ഒരു തെറ്റും എനിക്ക് കാണുന്നില്ല എന്ന് ഗൗതം പറയുന്നുണ്ട്. അതുപോലെ അർജുനും പറയുന്നുണ്ട് കേട്ടോ, അമ്മ ചെയ്ത് വളരെ തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അമ്മയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് അർജുൻ ഇങ്ങനെ കലി വന്ന് അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്